ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞതിന് ശേഷം ഇപ്പോൾ ട്രംപ് ഇറാനെ വീണ്ടും യുദ്ധം കൊണ്ട് ഭീഷണിപ്പെടുത്താനുള്ള നീക്കം നടത്തുകയാണ്. ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഒഹായോ ക്ലാസ് സബ്മറൈനുകളാണ് ഇപ്പോൾ ജിബ്രാൾട്ടറിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിലൂടെ വലിയൊരു സന്ദേശമാണ് ട്രംപ് ഇറാന് നൽകുന്നത്. ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും തയ്യാറാണ്. മാത്രമല്ല, ഈ ഒരു സബ്മറൈൻ, ഈ ഒഹായോ ക്ലാസ് സബ്മറൈന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അതിന് ആണവായുധം വഹിക്കുന്ന, അതായത് ആണവ പോർമുനകൾ ഘടിപ്പിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിടാൻ ഈ സബ്മറൈനുകൾക്ക് സാധിക്കുമെന്നതാണ്. ഇപ്പോൾ ഈ സബ്മറൈൻ എത്തിയിരിക്കുന്നത് ജിബ്രാൾട്ടറിലാണ്. യഥാർത്ഥത്തിൽ ഈ അന്തർവാഹിനി അമേരിക്ക എപ്പോഴും രഹസ്യമായിട്ടാണ് സൂക്ഷിക്കാറുള്ളത്. അതായത് എവിടെയാണ് അതിന്റെ സ്ഥാനമെന്ന് പരസ്യപ്പെടുത്താറില്ല. പക്ഷെ ഇപ്പോൾ ഇത് ജിബ്രാൾട്ടറിൽ ഉണ്ട് എന്നും അതിന്റെ ചിത്രങ്ങളും അമേരിക്ക പുറത്തുവിടുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട സന്ദേശം ഇറാന് ഒരു ഭീഷണി തന്നെയാണ്. അതിഗുരുതരമായ ആയുധങ്ങൾ അടങ്ങുന്ന സബ്മറൈൻ ഇപ്പോൾ ഇറാന്റെ തീരത്തേക്ക് എത്തുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത്. ഈ വഴി എന്താണ് പ്രത്യേകത? ജിബ്രാൾട്ടറിൽ കടക്കുമ്പോൾ എങ്ങനെയാണ് ഇറാനിലേക്ക് എത്തുന്നത് എന്ന് വെച്ചാൽ, ജിബ്രാൾട്ടർ വഴി കടന്നാൽ ഈ മെഡിറ്ററേനിയൻ സീ വഴി, സൂയസ് കനാൽ വഴി ചെങ്കടലിലേക്ക് കടക്കാൻ അതിന് സാധിക്കും. അങ്ങനെ ഇറാന്റെ ഭാഗത്തേക്ക് അദൻ ഗൾഫ്, അതുപോലെ തന്നെ ഒമാൻ കടൽ ഭാഗത്തേക്ക് സബ്മറൈന് എത്തിച്ചേരാൻ സാധിക്കും. അത് ഇറാന്റെ അടുത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇതിലൂടെ അമേരിക്ക നൽകുന്ന സൂചന. അതേസമയം ഒരു ആണവ അറ്റാക്ക് ഈ അമേരിക്ക നടത്തുമോ എന്നത് ഒരിക്കലും സാധ്യത ഇല്ലാത്ത ഒരു അധ്യായമാണ്. ഇതൊരു കേവലം ഇറാന് മേലുള്ള ഒരു ഭീഷണി മാത്രമാണ്. യുദ്ധം ചെയ്യുക എന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യമാണ്. പക്ഷേ ഭീഷണിപ്പെടുത്തി എങ്ങനെയെങ്കിലും ഒക്കെ ഇറാനെ താഴോട്ട് കൊണ്ടുവരിക എന്നതാണ് ട്രംപിന്റെ തീരുമാനം. ട്രംപിന് മുന്നിലും നെതന്യാഹുവിന് മുന്നിലുള്ള കാര്യം ഇറാൻ സമ്പുഷ്ടീകരിച്ച എൻറിച്ച്ഡ് യുറേനിയം 450 കിലോഗ്രാം യുറേനിയം അത് അവിടെ നിന്ന് മാറ്റുക എന്നതാണ് അവരുടെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പരമമായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് ഒരിക്കലും തന്നെ ഇറാൻ വഴങ്ങുന്നില്ല. ഇറാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്, ചില യൂറോപ്യൻ മാധ്യമങ്ങളെല്ലാം ഇറാൻ ഈ എൻറിച്ച്ഡ് യുറേനിയം മറ്റൊരു രാഷ്ട്രത്തേക്ക് നീക്കുന്നതിന് അനുമതി നൽകുന്ന കാര്യങ്ങൾ അവരുടെ പ്രപ്പോസലിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പക്ഷെ അത് പൂർണ്ണമായും പച്ചക്കള്ളമാണ്. ഞങ്ങളുടെ ഭൂമി വിട്ടുകൊണ്ട് ആ യുറേനിയം ഒരു സ്ഥലത്തേക്കും അത് പോകില്ല എന്നവർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ആ കാര്യങ്ങളിലൊന്നും ഒരു വിട്ടുവീഴ്ചക്കും ഇറാൻ തയ്യാറല്ല. യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികളെല്ലാം ഒരു ഫലവുമില്ലാത്തതാണ്. ഇറാൻ അവരുടെ നയങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തേക്ക് പോവുകയില്ല. ഒരു ഭീഷണിക്കും അവർ വഴങ്ങില്ല. സൈനികപരമായ തിരിച്ചടിയാണെങ്കിൽ അതിനവർ തയ്യാറാണ്. ഏത് നിലയിലുള്ള മറുപടികൾക്കും അവർ സജ്ജമായി നിൽക്കുകയാണ്. എന്നാൽ അത്തരത്തിലുള്ള സന്ദേശമാണ് ഇറാന് അമേരിക്ക ഇതിലൂടെ നൽകുന്നത് എന്ന കാര്യം വ്യക്തമാണ്. അതോടൊപ്പം അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് വലിയ ഒരു സന്ദേശവും കൂടെ അതിലുണ്ട്. അതായത് നിങ്ങളെ സംരക്ഷിക്കാൻ, ഇറാനെ തകർക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന രൂപത്തിലുള്ള ഒരു സൂചന ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ ഈ സഖ്യകക്ഷികൾക്കെല്ലാം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. യൂറോപ്പ് ഇന്ധന ക്ഷാമം കൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ്. അതുപോലെ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഇറാന്റെ പ്രതിസന്ധി തീർക്കാൻ പോവുകയാണ്, യുദ്ധത്തിലൂടെ അവരെ ഇല്ലാതാക്കാൻ പോകുന്നു എന്നൊരു സന്ദേശം ട്രംപിന്റെ സാധാരണ ഭീഷണികൾ നാവുകൊണ്ടാണെങ്കിൽ അതൊരു ചിത്രത്തിലൂടെ അല്ലെങ്കിൽ ഒരു പ്രകടനത്തിലൂടെ മറ്റൊരു ഭീഷണി പുറത്തെടുക്കുന്ന രണ്ടാമത്തെ ട്രംപിന്റെ ഒരു സ്റ്റൈലായിട്ട് മാത്രം വേണം ഇതിനെ കാണാൻ.